അപ്പോൾ ഇന്ന് പൊങ്കാല എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഗംഭീരമായിട്ട് തന്നെ പൊങ്കാല മഹോത്സവം കൊണ്ടാടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് പൊങ്കാല ഇടാറൊക്കെ ഉണ്ട്. ഒരു വലിയ ദേവി ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഒരു വലിയൊരു മൈതാനം കൂടിയുണ്ട്. അവിടെയാണ് ഈ ഒരു പൊങ്കാല എല്ലാ വർഷവും നടക്കാറ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ, മാക്സിമം 1 കിലോമീറ്റർ പോയാൽ മതി. അപ്പോൾ ഇന്ന് ഞാനല്ല കേട്ടോ, മോളാണ് പൊങ്കാല ഇടുന്നത്. ഞാൻ ഇതിന് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും മോളാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 10:30 മണിക്കാന്ന് തോന്നുന്നുണ്ട്. ഈ വർഷം 10:30 മണിക്കാണ് പൊങ്കാല അടുപ്പിൽ, അതായത് ആദ്യം പൂജാരി തീ കൊളുത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ള ഭക്തർക്ക് ഉള്ള തീ കൊളുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതേ പൊങ്കാല അടുപ്പിൽ പൂജാരി തീ കൊളുത്താനുള്ള ഒരുക്കങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി പൊങ്കാല ഇടുന്ന അമ്മമാരും കുട്ടികളും എല്ലാവരും മൈതാനത്തിൽ അടുപ്പിൻ്റെ അടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഈ പൊങ്കാല അടുപ്പിൽ പൂജാരി തീ കത്തിച്ചതിന് ശേഷം ഇവിടുന്ന് തീ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഓരോരോ അടുപ്പിലേക്കും തീ പകർന്നു കൊടുക്കുന്നത്. നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ ഇതിങ്ങനെ പറയുന്നത്. അറിയാത്തവരുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഞങ്ങൾ കണ്ണൂർക്കാർക്ക് ഈ പൊങ്കാല അങ്ങനെ അത്രയ്ക്ക് പരിചിതമൊന്നുമല്ല. എന്നാലും ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഈ പൊങ്കാലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഇതേ അവരുടെ കയ്യിലുള്ള ആ നീളത്തിലുള്ള വടിയിൽ അതിലാണ് തീ അവർ ഓരോരുത്തരും തീ എടുത്തിട്ടാണ് മൈതാനത്തുള്ള ഈ ഗ്രൗണ്ടിൽ, അതായത് പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇതേ കൊണ്ടുപോയി എല്ലാ അടുപ്പിലും തീ പകർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോള് പൊങ്കാല ഇടുന്നുണ്ട്. അവൾ ഏതോ ഒരു സൈഡിലാണ്, കാരണം അകത്തേക്ക് ഇടുന്നവരെ മാത്രമേ കയറ്റി വിടുള്ളൂ, കൂടെയുള്ളവരെ കയറ്റി വിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1-2 റൗണ്ട് അടിച്ചിട്ട് വന്ന് മോൾ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പൊങ്കാല ഇട്ടിട്ട് വരുന്നവരെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ കസേരയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഉച്ചക്കത്തെ ഊണും ഉണ്ടാവും കേട്ടോ. അപ്പം പൊങ്കാല ഇടുന്നവർക്ക് മാത്രമല്ല, കാണാൻ പോകുന്നവർക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ രാവിലെ ഗണപതി ഹോമം ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ദേവീൻ്റെ ഒരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. ഇതൊരു ദേവീൻ്റെ അമ്പലം തന്നെയാണ്, അമ്പലത്തിൻ്റെ മുറ്റത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും ചെയ്യുന്നത്. ദേവീൻ്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ട് അവിടെ രാവിലെ ഗണപതി ഹോമമൊക്കെ രാവിലെ തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുന്നിലായിട്ടാണ് ദേവിക്കുള്ള പൊങ്കാല അടുപ്പ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം പൊങ്കാലയൊക്കെ എല്ലാവരുടെയും റെഡിയായി കഴിഞ്ഞ് അവർ ഓരോരോ സമയവും അവർ അനൗൺസ് ചെയ്യും കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് പുതിയ കുട്ടികൾക്കായാലും ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇടാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ദേവിക്ക് അർപ്പിക്കാനുള്ള സമയമാണ്. ദേവീൻ്റെ സ്തോത്രമൊക്കെ ചൊല്ലിയിട്ട് പിന്നെ പുണ്യാഹം തന്ത്രി വന്ന് പുണ്യാഹമൊക്കെ തളിക്കുന്ന ആ സമയമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഏകദേശം ഇപ്പം പൊങ്കാല റെഡിയായി കഴിഞ്ഞ് ദേവിക്ക് സമർപ്പിക്കുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും അതും കഴിഞ്ഞ് വന്ന് അവർക്ക് പൊങ്കാല ഇടുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളം ആദ്യം കൊടുക്കും. എന്നിട്ട് പിന്നെ അവർ ഊണൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഊണ് കഴിക്കാൻ പോയ സമയമാണിത്. അപ്പം പൊങ്കാല അവിടെ തന്നെ ദേവിക്ക് പൊങ്കാല പായസം അവിടെ തന്നെ വെച്ചിട്ട് എല്ലാവരും പോയി ഊണൊക്കെ കഴിച്ച് വന്നിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എല്ലാവരും അവരുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പം ഞാൻ ഊണൊന്നും കഴിക്കുന്നതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ചെറിയ വിശേഷം ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് കൊടുത്തിരുന്ന എൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതൊന്നും വീഡിയോയിൽ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. മോൾ സെറ്റ് സാരി തന്നെയായിരുന്നു കൊടുത്തത്. പക്ഷേ അവളുടെയും പിന്നെ ഫോട്ടോ ഒന്നും എടുത്തില്ല, ഫോട്ടോ എടുക്കാൻ അവൾ സമ്മതിക്കുകയും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.